പാലക്കാട് ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനാണ് ചേരുന്നത്. പ്രശാന്ത്, സ്വാഗതം. ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോരാട്ടങ്ങൾ അതൊക്കെ ആശയ സമരങ്ങൾ ആയിരിക്കണമല്ലോ. നിങ്ങൾ യുവാക്കൾ ഇപ്പോൾ ഒരു മസിൽ പവറിലേക്ക് അവിടെ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്ന് സംശയം തോന്നുന്നു ഈ ദിവസങ്ങളിലൊക്കെ സംഭവങ്ങൾ കാണുമ്പോൾ. ഇവിടെ ഈ സംഭവങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ചത് ആരാണ്? പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി ഒരു നൈപുണ്യ വികസന കേന്ദ്രം ഒരുങ്ങുന്ന സമയത്ത് ഇവിടെ ഈ സ്ഥലം ഒരു പാർക്കിന് വേണ്ടി അനുവദിച്ച സ്ഥലമാണ് എന്നാണ് കോൺഗ്രസിൻ്റെ മുൻ നഗരസഭാ കൗൺസിലർ പറഞ്ഞത്. ഇവർക്ക് പേരാണ് വിഷയമെങ്കിൽ ആ അനുവദിച്ച സ്ഥലം പാർക്കിനുള്ളതാണ് എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ബോധപൂർവം ഒരു കലാപം സൃഷ്ടിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ പ്രദേശത്ത് വന്ന് അവിടുത്തെ ശിലാഫലകം ഉദ്ഘാടനം ചെയ്യുന്ന പരിപാടിയിൽ അലങ്കോലപ്പെടുത്തി ആ ശിലാഫലകത്തെ തച്ച് തകർത്തു. അതിനെ തുടർന്ന് അവിടെ ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഉണ്ടാക്കിയെടുത്തു. ഇതെല്ലാം പോലീസ് നോക്കി നിൽക്കെ ഉണ്ടായ സംഭവങ്ങളാണ്. ഒരു സർക്കാർ പരിപാടിയിൽ ഇത്തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ സ്വമേധയാ PDPP വകുപ്പ് എടുക്കുന്ന പോലീസ് എന്തുകൊണ്ട് ആ വിഷയത്തിൽ അത്തരത്തിലൊരു വകുപ്പ് അവിടെ ചുമത്തിയില്ല? അവിടം കൊണ്ടും തീർന്നില്ല. ഒരു പരിപാടി നടക്കുന്ന സമയത്ത് അതിൽ പ്രതിഷേധമുണ്ടായതിനു ശേഷം വീണ്ടും പാലക്കാട് MLA ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുത്തുകൊണ്ട് പാലക്കാട് നഗരസഭയ്ക്ക് അകത്തേക്ക് അതിക്രമിച്ചുകൊണ്ട് വീണ്ടും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളായിട്ട് വന്നു. തുടർച്ചയായി ഇത്തരത്തിൽ ഒരു പ്രതിഷേധത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന ഈ ഒരു പരിപാടിയെ വീണ്ടും വീണ്ടും ഇത്തരത്തിൽ പ്രകോപനപരമായി ഒരു കലാപമുണ്ടാക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുത്തത് ഇവിടുത്തെ കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. അവർക്ക് ഈ പേരായിരുന്നില്ല വിഷയം. പാലക്കാട് നഗരസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പദ്ധതികളെ അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ വിഷയം. അതുകൊണ്ട് തന്നെ ബോധപൂർവം ഒരു കലാപത്തിനുള്ള ശ്രമം അവർ നടത്തിയത്. ചില പരിപാടികളിലൊക്കെ ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. അവിടെ കോൺഗ്രസ് പാർട്ടി മാത്രമായിരുന്നില്ല പ്രതിഷേധവുമായി എത്തിയത്, ഡിവൈഎഫ്ഐക്കാരും വന്നിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്നും അതാണ് മനസ്സിലായത്. പക്ഷേ കോൺഗ്രസിന്റെ ഓഫീസിലേക്ക് DCC ഓഫീസിലേക്ക് നിങ്ങൾ പ്രതിഷേധവുമായി പോവുകയാണ്. ഈ പാർട്ടി ഓഫീസുകളിലേക്കൊക്കെ പ്രതിഷേധവുമായി പോകുന്നത് അതൊരു പുതിയ പ്രവണതയല്ലേ? ആരാ പറഞ്ഞ പുതിയ പ്രവണതയാണെന്ന്? ഇഷ്ടംപോലെ സമരങ്ങൾ നടന്നിട്ടുണ്ട്. 5 വർഷം മുൻപ് ഇതുപോലെ BJP ഓഫീസിലേക്ക് പ്രകടനമായിട്ട് CPMൻ്റെ ആളുകൾ വന്നിട്ടില്ലേ? ഇവിടെ കേരളത്തിൽ ഒരു പാർട്ടി ഓഫീസിന് മുന്നിലേക്ക് പ്രതിഷേധമായി പോകുന്നത് ആദ്യത്തെ സംഭവമല്ല. നിരവധിയായ ഇത്തരത്തിലുള്ള പ്രതിഷേധ മാർച്ചുകൾ കേരളത്തിൽ നിരവധി തവണ നടന്നിട്ടുണ്ട്. പ്രതിഷേധ മാർച്ച് നടത്തി. പക്ഷേ ഒരു ഓഫീസിന് മുന്നിൽ ചെന്ന് നിന്ന് അവരുടെ നേതാവിനെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നൊക്കെ പറയുന്നത് അത്യന്തം പ്രകോപനപരമായ പരാമർശം തന്നെയാണ് പ്രശാന്ത്. അത് അങ്ങനെയല്ല എന്ന് പറയാൻ താങ്കൾക്ക് കഴിയില്ല. അതങ്ങനെയല്ല എന്ന് തന്നെ പറയാൻ കഴിയും. കാരണം കേരളത്തിൽ നിരവധിയായ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ, അത് കോൺഗ്രസിൻ്റെ ആയാലും CPMൻ്റെ ആയാലും നിരവധി നേതാക്കന്മാർ മുഖ്യമന്ത്രി ഈ വഴിയിലൂടെ കാലുകുത്തി നടക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, മുഖ്യമന്ത്രിയെ തെരുവിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, മന്ത്രിമാരെ തെരുവിൽ കൈകാര്യം ചെയ്യും, MLAമാരെ കൈകാര്യം ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരവധിയായ പ്രസംഗങ്ങൾ കേരളത്തിൽ നിരവധിയായ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ പാലക്കാട് MLA വിഷയത്തിൻ്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി ബോധപൂർവം ഇല്ലാത്ത ഇരവാദം സൃഷ്ടിക്കുകയാണ്. ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ളായിരുന്നു അദ്ദേഹത്തിന്. ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ. ഇവിടെ പാലക്കാട് MLA ഉൾപ്പെടെയുള്ള കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഞാൻ കാല് വെട്ടുമെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ തരത്തിൽ പ്രസ്താവന കൊണ്ടുവന്നു. ഞാനിതാ പരസ്യമായി ചാലഞ്ച് ചെയ്യുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോ പ്രവർത്തകരോ MLA എന്തിനേറെ പറയുന്നു, നിങ്ങൾ ഈ MLA ഉൾപ്പെടെയുള്ള ആളുകൾ MLAയുടെ കാല് വെട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എവിടെയാണ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്? ഇല്ലാത്ത നുണക്കഥ പറഞ്ഞുകൊണ്ട് പാലക്കാട്ടുകാരെ പറ്റിക്കുന്ന ഒരു ശൈലിയാണ്, ഈ കേരള സമൂഹത്തെ മുഴുവൻ പറ്റിക്കുന്നൊരു ശൈലിയാണ് പാലക്കാട്ട് MLAയും കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരും എടുത്തിരിക്കുന്നത്. ഇവിടെ ഇവിടെ കലാപത്തിന് വേണ്ടി ഒരു മിനിറ്റ് 2 കൂട്ടരല്ല. അല്ലല്ല അങ്ങനെ പറയാൻ പറ്റില്ല. ഇവിടെ എവിടെയാണ് നിങ്ങൾ ആങ്കർ ഉണ്ടല്ലോ, നിങ്ങൾ
കൃത്യമായിട്ട് പറയണം. കാല് വെട്ടുമെന്ന് ഞാൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാല് കുത്താൻ അനുവദിക്കില്ല. പിന്നെന്തോ തല ആകാശത്ത് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ കാല് വെട്ടുമെന്നാണോ? തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരും. അനുവദിക്കില്ല. ഒരു മിനിറ്റ്. അതിനാണ് വധഭീഷണിയായിട്ടാണ് മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത്. വ്യക്തത വരുത്തൂ. നിങ്ങൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറയും, എന്നിട്ട് രണ്ടാമത്തെ ചോദ്യം ചോദിക്കുക. കാല് കുത്താൻ അനുവദിക്കില്ല, തെരുവിൽ തടയും, ഇവിടെ തെരുവിൽ ഞങ്ങൾ കൈകാര്യം ചെയ്യും, മുഖ്യമന്ത്രിയെ വഴിയിൽ ഞങ്ങൾ നേരിടും, മന്ത്രിമാരെ നേരിടും, MLA-മാരെ നേരിടും. ഇതൊക്കെ നിരവധിയായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ നിരവധിയായ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് വെട്ടുമെന്നാണോ? താങ്കൾ പറഞ്ഞ കാര്യം ഓമനക്കുട്ടൻ ആവർത്തിക്കുന്നു. അവിടുത്തെ പ്രതിഷേധത്തിൽ സന്ദീപ് വാര്യർക്കെതിരെയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയും വീണ്ടും ഇത്തരത്തിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. ഇതൊന്നും ഒരു പരാമർശമല്ല. താങ്കളുടെ ഒരു പരാമർശമായിരുന്നെങ്കിൽ ഒരു പക്ഷേ അത് അവിടെ വിടുമായിരുന്നു. പക്ഷേ ഇത് ആവർത്തിക്കപ്പെടുകയാണല്ലോ പ്രശാന്ത്. ഒരു മിനിറ്റ് ഞാൻ പറയുന്നതിനിടയിൽ ഇടപെടരുത്. ഇവിടെ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അങ്ങനെ ഓടിച്ചു പോയി. അതിനൊരു മറുപടി നിങ്ങൾക്കില്ല. കാല് വിട്ടുമെന്ന് പറഞ്ഞ് എവിടെയാണ് ഞാൻ പറഞ്ഞിരിക്കുന്നതെന്ന് പാലക്കാട് MLA ചാലഞ്ച് പറയുന്നുണ്ട്. കാല് കുത്താൻ സമ്മതിക്കില്ല. ഒരു മിനിറ്റ്, നിങ്ങൾ ഒരു ചോദ്യത്തിന് രണ്ടാമത്തേന് ഞാൻ മറുപടി പറയാം. നിങ്ങളുടെ ചോദ്യത്തിന് ഉറപ്പായി ഞാൻ മറുപടി പറയാം. കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ കാല് വെട്ടും. അല്ലല്ല, ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് മറുപടി ഇല്ലല്ലോ. കാല് വെട്ടും എന്ന തരത്തിൽ നിങ്ങൾ അതിനെ എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ എന്തിനാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത്? നിങ്ങൾ വാങ്ങേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാർ ഉള്ളത് കൊണ്ടാണ്, അങ്ങനെ പേടിയുള്ള കോൺഗ്രസ്സുകാർ ഉള്ളത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഇല്ലാത്ത നുണ പറയുന്നത്. മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ മാന്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അങ്ങനെ വ്യാഖ്യാനിക്കാൻ നോക്കുകയും വേണ്ട പ്രശാന്ത്. വളരെയധികം നന്ദി. ഏതായാലും വളരെയധികം നന്ദി ചർച്ചയ്ക്ക് എത്തിയതിന്. ഞാൻ ഏതായാലും അങ്ങനെ ഒരു വ്യാഖ്യാനം നടത്തിയിട്ടില്ല. ആ പറഞ്ഞ കാര്യമാണ് ചോദിച്ചത്. കാല് കുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു, തല ആകാശത്ത് വെച്ച് നടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അത് മാത്രമാണ് ചോദിച്ചത്.